ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ഒരാൾ എന്ന് പറയുന്നത് അവിടെ തോറ്റു. ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ BNBPSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് OA എക്സാമിന്റെ ഫൈനൽ കീ വന്നിട്ടുണ്ട്. അതനുസരിച്ച് 3 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആക്കി 2 ആൻസർ ചേഞ്ചും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആക്കിയപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെയാണ് അത് നോക്കിക്കാണുന്നത്. കാരണം ഒരുമാതിരി ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ അത്. പെരിഹീലിയന്റെയും മർദ്ദത്തിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിലീറ്റ് ആക്കിയത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അതിനേക്കാളും കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5-6 ഉണ്ടായിരുന്നു ആ എക്സാമിന്. പക്ഷെ അതൊന്നും ഡിലീറ്റ് ആക്കാതെ ഈ ഈസി എന്ന് പറയുന്നത് ഒരു പ്രിലിംസ് പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ മെയിൻസ് എക്സാം എഴുതുമ്പോൾ അതൊരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാം. കാരണം അത് ജോഗ്രഫി പഠിക്കുമ്പോൾ ഉള്ള ഒരു ബേസ് ക്വസ്റ്റ്യൻ ആണ് പെരിഹീലിയന്റെയും അതേപോലെ മർദ്ദത്തിന്റെ ക്വസ്റ്റ്യൻ അതൊക്കെ. പക്ഷെ ഒരു കൺഫ്യൂഷൻ അടിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓക്സോടെ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് തവണ വായിച്ചിട്ട് ഉത്തരം എഴുതേണ്ടതായിരുന്നു. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ധനകാര്യ കമ്മീഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഡിലീറ്റ് ആക്കാതെ ഈസി ആയിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഇതാരെങ്കിലും ചലഞ്ച് ചെയ്യാതിരിക്കലും PSC ഡിലീറ്റ് ആക്കത്തില്ല. ചലഞ്ച് ചെയ്യുന്ന വഴിയാണ് നമ്മൾ PSC അത് ഡിലീറ്റ് ആക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരു കാര്യം, ആ ഒരു ഡിലീറ്റ് ആക്കിയ ക്വസ്റ്റ്യൻ എന്തിനാണ് ഡിലീറ്റ് ആക്കിയത് എന്ന് കൂടി അതിനകത്ത് ഒരു റീസൺ കാണിച്ചിരുന്നെങ്കിൽ നമുക്കത് കൂടുതൽ മനസ്സിലായേനെ അതിൻ്റെ റീസൺ എന്താണെന്ന്. പിന്നെ ഇപ്പോൾ PSC നടത്തുന്ന മിക്ക എക്സാമിനും ഡിലീഷൻ ഇല്ലാതെ ഇല്ല. ഫൈനൽ കീ വരുമ്പോൾ എന്തായാലും ഡിലീഷൻ ഉറപ്പാണ്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് അതിൻ്റെ റീസൺ കൂടി അറിഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു മാർക്ക്, ഒരു മാർക്കല്ല ഈ എക്സാമിന് നമുക്കൊരു ഏകദേശം 5 മാർക്കോളം 5.66 മാർക്ക് ഓളം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്കത് കൂടാനും സാധ്യതയുണ്ട്. കാരണം 2 ആൻസർ ചേഞ്ച് വന്നപ്പോൾ തന്നെ, പിന്നെ മാത്രമല്ല ആ ഡിലീറ്റ് ആക്കിയ ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് എഴുതിയവർക്ക് അങ്ങനെ മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കുറയാൻ തന്നെയാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അറിയില്ല. പിന്നെ ഇതിൻ്റെ കട്ട് ഓഫിനെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് എത്ര ഉദ്യോഗാർത്ഥികളെയാണ്, എത്ര വേക്കൻസിയാണ്, അതനുസരിച്ച് 1000 പേരെ എടുക്കാൻ ഉൾപ്പെടുത്തിയാണ് ഒരു റാങ്ക് ലിസ്റ്റ് ഇടുന്നത് എങ്കിൽ 1000 പേര് ഹയസ്റ്റ് മാർക്ക് മേടിച്ച 1000 പേർക്ക് 1000ാമത്തെ ആൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നനുസരിച്ചായിരിക്കും ആ കട്ട് ചെയ്യുന്നത്. ആ മാർക്ക് വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ എഴുതിയ മാർക്ക്, അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് നമുക്കറിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരു പാടാണ്. ഒരിക്കലും കറക്റ്റായിട്ട് വരില്ല. പിന്നെ എന്തായാലും ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ ഉണ്ടാവും. അപ്പോൾ അതോർത്ത് ആരും പഠിക്കാതിരിക്കേണ്ട. ഇത് എക്സാം ഇനി എന്നാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് അങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട. അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട സമയമല്ല. ഒരു എക്സാമിൻ്റെ സമയത്ത് ഇനി വരുന്ന ലാബ് അസിസ്റ്റന്റ് ഈ മാസം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 2 എക്സാം ഉണ്ട് ഈ മാസം തന്നെ. ഇനി വരുന്ന മാസങ്ങളിലൊക്കെ എക്സാം ഉണ്ട്. അപ്പോൾ പഠിക്കുക എന്നല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും കട്ട് ഓഫിനെ പറ്റി ആലോചിച്ചിരിക്കാതെ പഠിക്കുക. കഴിവതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക, SCRT പഠിക്കുക. റാങ്ക് ഫയൽ ആരും വിട്ട് കളയൊന്നും വേണ്ട. SCRTയോടൊപ്പം തന്നെ റാങ്ക് ഫയലും പഠിക്കണം. കാരണം എല്ലാ വിവരങ്ങളും സമഗ്രമായി കിട്ടുന്ന ഒരു പുസ്തകമാണ് റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. റാങ്ക് ഫയൽ പഠിക്കുക, പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പിന്നെ അങ്ങനെ പോവാം. അപ്പോൾ ഇതൊരു ജേണിയാണ്. അപ്പോൾ ഈ ജേണിയിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ഒരാൾ എന്ന് പറയുന്നത് അവിടെ തോറ്റു. അപ്പം ഇതൊരു പോരാട്ടമാണ്. അപ്പോൾ ആ പോരാട്ടത്തിൽ പല തടസ്സങ്ങളും മുന്നിൽ വരും. ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ എക്സാമിൻ്റെ ദിവസം നമുക്ക് എന്തെങ്കിലും എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെ പല പ്രതിസന്ധികളും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും കണക്ക് കൂട്ടാതെ, അതൊന്നും നമ്മൾ മുകളിലേക്ക് എടുക്കാതെ നമ്മൾ പഠിക്കുക. വേറൊരു വഴിയില്ല. ഇതിലോട്ട് ഇറങ്ങി തിരിച്ചോ ഇത് നേടിയിട്ട് പോവുക. അത്രേ ഉള്ളൂ പറയാനായിട്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.